പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 അവസാനത്തെ 2 ദിനങ്ങൾ ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് സാമ്പത്തികമായിട്ട് പുരോഗതി നൽകുന്നതെന്നും അതുപോലെ തന്നെ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന മറ്റു നേട്ടങ്ങൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നും നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെയിരിക്കുക. നന്ദി. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് ഈ 2 ദിവസങ്ങൾ ബുധ ശുക്ര പകർച്ചാഫലങ്ങൾ വളരെ അനുകൂലമായിട്ട് വരികയും നല്ല വാക്കുകളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മംഗളകർമ്മങ്ങളിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. പേരും പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഇവരിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടുതൽ ഗുണ അനുഭവങ്ങൾക്കായിട്ട് ദിവസവും രാവിലെ കുളിച്ച് സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ 10 സെക്കൻഡ് നേരം സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക. ജന്മനക്ഷത്ര ദിവസം സൂര്യക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്താലും ഇവർ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ തേടി വരും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇനി ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇടവക്കൂറിൽ പിറന്ന 3 നക്ഷത്ര ജാതകർക്കും ബുധപകർച്ചാഫലം അനുകൂലമാണ്. ശുക്രപകർച്ചാഫലവും അനുകൂലമാണ്. ഇവർക്ക് സുഖ അനുഭവം, അർദ്ധലാഭം, ശത്രുനാശം, സ്ഥാനലബ്ധി, സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടം, വസ്ത്രലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുകലഹം, ദുർഭാഷണത്തിലൂടെ ദുരിതങ്ങൾക്ക് സാധ്യത, ദൂരദേശവാസം എന്നിവയ്ക്കും അവസരമുണ്ടാകും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം, തൃക്കൈ വെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മിഥുനക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം അനുകൂലമല്ല. ശുക്രപകർച്ചാഫലം അനുകൂലമാണ്. ഇവർക്ക് ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങളും മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ശത്രുനാശം ഒഴിവാകും. പുതിയ ചില ശത്രുക്കൾ ഉണ്ടാകും. ചെലവ് വർദ്ധിക്കും. രോഗക്ലേശം, കാര്യതടസ്സം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം, തൃക്കൈവെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരെക്കുറിച്ച് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് ബുധ ശുക്ര പകർച്ചാഫലങ്ങൾ വളരെ അനുകൂലമാണ്. അഭീഷ്ടലാഭം, സന്താന സൗഖ്യം, മനസുഖം, ദാമ്പത്യ സൗഖ്യം, ഇഷ്ടഭക്ഷണലബ്ധി, കർമ്മരംഗത്ത് അഭിവൃദ്ധി, വസ്ത്രലാഭം, ശയനസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. കൂടുതൽ ഗുണ അനുഭവങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ജലധാര, കുവളമാല, വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നോക്കേണ്ടത്. ചിങ്ങക്കൂറുകാർക്ക് ബുധ ശുക്ര പകർച്ചാഫലങ്ങൾ വളരെ അനുകൂലമായിട്ട് ഈ 2 ദിവസം ഉണ്ടാകും. ഇവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ സഹായ സഹകരണം ഉണ്ടാകും. സുഖപ്രാപ്തി, ധനലാഭം, ദാമ്പത്യ സുഖം, ആഭരണലബ്ധി, അർദ്ധലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. കൂടുതൽ നല്ല ഫലങ്ങൾക്ക് വേണ്ടി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ അവരുടെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ
ജലധാര, കുവളമാല, പുറകുവിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ 2023 അവസാനത്തെ 2 ദിവസം ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ വരും വർഷത്തിൽ തുടർച്ചയായിട്ടും ലഭിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇനി കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കന്നിക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം അനുകൂലമാണ്. ശുക്രപകർച്ചാഫലവും അനുകൂലമാണ്. ഇവർക്ക് സാമ്പത്തിക നേട്ടം, ഭക്ഷ്യസമൃദ്ധി, ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണം എന്നിവ ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം, വെണ്ണ നിവേദ്യം, തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തുലാക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം അനുകൂലമാണ്. ശുക്രപകർച്ചാഫലം നന്നല്ല. ഇവർക്ക് കാര്യജയം, സന്തോഷം, സാമ്പത്തിക അഭിവൃദ്ധി, സന്താന സൗഖ്യം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ അപമാന ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക. കാര്യതടസ്സം, സ്ത്രീകൾ മൂലം കലഹം, ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധ വേണം. ഇവർ ദോഷപരിഹാരമായിട്ട് ദേവിക്ക് ഭാഗ്യസൂക്താർച്ചന, കടുംപായസം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം നന്നല്ല. ശുക്രപകർച്ചാഫലം അനുകൂലമാണ്. കൂടുതൽ യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദേഹ ഉപദ്രവം, കാര്യതടസ്സം, ദാമ്പത്യക്ലേശം എന്നിവ ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കും. വസ്ത്രലാഭവും ധനലാഭവും സ്ത്രീ സുഖവും മനസ്സുഖവും തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വൃശ്ചികക്കൂറുകാർ ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം, വെണ്ണ നിവേദ്യം, തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്നവരെക്കുറിച്ച് ഒന്ന് നോക്കാം. ധനുക്കൂറിൽ പിറന്നവർക്ക് ബുധ ശുക്ര പകർച്ചാഫലങ്ങൾ വളരെ അനുകൂലമാണ്. സ്ഥാനപ്രാപ്തി, കാര്യജയം, സൗഭാഗ്യം, സ്ത്രീസുഖം, ഗൃഹ ഉപകരണ ലാഭം, ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. കൂടുതൽ നല്ല ഫലങ്ങൾക്ക് വേണ്ടി ജന്മനക്ഷത്ര ദിവസം ദേശദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ധനുക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകരക്കൂറിൽ പിറന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നോക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശ അനുഭവങ്ങൾ ഒഴിവാക്കാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില സന്തോഷ അനുഭവങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകൾ മുഖേന ഉപദ്രവങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് പരസ്ത്രീ ബന്ധം ഒഴിവാക്കുക. ഇതിൽ മൂലം ഒരുപാട് കുടുംബകലഹങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ് മകരക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ദോഷ അനുഭവങ്ങൾക്ക് മാറ്റം കിട്ടാനായിട്ട് മകരക്കൂറുകാർ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, ജന്മനക്ഷത്ര ദിവസം ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ശ്രീകൃഷ്ണ സ്വാമിക്ക് കദളിപ്പഴ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ മകരക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കുംഭക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം അനുകൂലമാണ്. ശുക്രപകർച്ചാഫലവും അനുകൂലം തന്നെയാണ്. ഇവർക്ക് ധനലാഭം, ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുകയും ചെയ്യും. ശത്രുദോഷം, രോഗാരിഷ്ടത തുടങ്ങിയ ദോഷ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കുക. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ദേവീക്ഷേത്രത്തിൽ കടുംപായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി മീനക്കൂറിൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. മീനക്കൂറുകാർക്ക് ബുധപകർച്ചാഫലം നന്നല്ല. ശുക്രപകർച്ചാഫലം അനുകൂലമാണ്. ഇവർക്ക് സന്താനങ്ങളുടെ ഗുണ അനുഭവത്തിൽ സന്തോഷിക്കാൻ ഇടവരും.
സന്തുഷ്ടി, ഐശ്വര്യം, അർദ്ധലാഭം, ബന്ധുജന സൗഖ്യം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം, തുളസിമാല, കദളിപ്പഴം, വെണ്ണ നിവേദ്യം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.